വീണ്ടും പൈപ്പ് ക്ലീനർ കൊണ്ടിട്ട് തന്നെ ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെയുള്ളത് എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഫൈനൽ ലുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഇതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പർപ്പസ്ഫുള്ളി ബസ്സിൽ കൊടുക്കാം, അതായത് ഞാൻ രാവിലെ എന്നും പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ കൊടുക്കാം എന്ന് വിചാരിച്ച് തന്നെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി കുറച്ചധികം പൂവുകൾ ഉണ്ടാക്കണം. പൈപ്പ് ക്ലീനർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ പൂവാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അതും ഏറ്റവും സിമ്പിളായിട്ട് എന്നുവെച്ചാൽ അധികം കട്ട് ചെയ്യാണ്ട്, അതായത് ആ ഒരു പൈപ്പ് ക്ലീനർ അങ്ങനെ തന്നെ കട്ട് ചെയ്യാണ്ട് ഏറ്റവും ഈസിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂവാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യമേ ഓർത്തു ഒരേ കളറിൽ തന്നെയുള്ള കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാമെന്ന്. പിന്നെ ഓർത്തു എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സിലുള്ള പൂവുകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പൂവ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു തവണ കണ്ടാൽ മനസ്സിലാവില്ലായിരിക്കാം എന്നോർത്ത് ഞാൻ രണ്ടാമത്തെ കളർ കൊണ്ടുകൂടി എങ്ങനെയാണ് ഈ ഒരു പൂവ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ, ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക, അതിനെ 3ആയിട്ട് മടക്കുക, എന്നിട്ട് വീണ്ടും മടക്കുക, എന്നിട്ട് വീണ്ടും മടക്കുമ്പോൾ 12 മടക്കി കിട്ടും. എന്നിട്ട് എന്താ, ആ ഒരു 2 പീസിനെ ഒന്നിച്ച് വരുന്ന രീതിയിൽ മടക്കി കഴിയുമ്പോൾ നമുക്ക് 6 പെറ്റലുള്ള ഒരു പൂവായിട്ട് കിട്ടും. അങ്ങനെയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിക്കൊള്ളൂ കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. കറണ്ട് പോകുന്നതിന് മുന്നേ ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. കണ്ടില്ലേ, ഇത്രയും സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പൈപ്പ് ക്ലീനർ കൊണ്ടിട്ടുള്ള ക്രാഫ്റ്റ് അല്ലെങ്കിൽ പൂവ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ടൈം പാസ്സായിട്ട് ഇപ്പോൾ ജോലിയിൽ സ്ട്രെസ് ഉള്ളവരോ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ പൈപ്പ് ക്ലീനർ കൊണ്ടുള്ള ക്രാഫ്റ്റ്. ഞാൻ ആ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഷുഗർ ബീഡ്സ് ഇല്ലേ, അതുകൂടി കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൂവിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂടിയില്ലേ, എനിക്കങ്ങനെ തോന്നിട്ടോ. എന്നിട്ട് ആ ഒരു ഗ്രീൻ കളർ വെച്ച് സ്റ്റെമ്മും ഒരു ലീഫും സെറ്റ് ചെയ്തിട്ട് ഈ ഒരു റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാസ്കിംഗ് ടേപ്പിൻ്റെ റിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാനിതൊന്ന് ചുറ്റിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ബസ്സിൽ കൊടുത്തിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാ മാതാവിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിടാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ബൈ.